ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. ഇത് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പഠിക്കണം. രണ്ട് റീസണാണ് പഠിക്കാനുള്ളത്. ഒന്ന്, അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് ഒരു അവയർനെസ് വേണം. രണ്ട്, ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ രണ്ട് പേപ്പേഴ്സിലായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ രണ്ട് റീസൺ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. So, principles of accounting. The rules and regulations of accounting are commonly described as principles. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ കുറച്ച് കൺവെൻഷൻസ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യും. അങ്ങനെ അക്കൗണ്ടിങ്ങിലും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വി കോൺ കോൾഡ് ആസ് പ്രിൻസിപ്പിൾസ്. Unlike the principles of physics, chemistry and other natural science, accounting principles are not exact rules. They cannot be verified by observation and experiments. Instead, they are evolved from the individual experience of the accountant. മറ്റു ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസിനെ പോലെ എങ്കിൽ മറ്റു ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസിൻ്റെ പ്രിൻസിപ്പിൾസിനെ പോലെ നമുക്കിത് ഒബ്സർവേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടോ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്തല്ല, ഒരു എക്സാക്ട് റൂൾസ് അല്ല. ഇത് അക്കൗണ്ടൻസിൻ്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള പ്രിൻസിപ്പിൾസാണ്. ആൻഡ് ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ആർ കോൾഡ് കോൺസെപ്റ്റ്. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ എന്ത് പറയുന്നു? കോൺസെപ്റ്റ് എന്ന് പറയുന്നു. ദ കോൺസെപ്റ്റ് ഗൈഡ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് events or transactions to be recounted for their measurement and recording and method of summarizing and reporting to the decision makers. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത് ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം, എങ്ങനെ മെഷർ ചെയ്യണം, എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ സമ്മറൈസ് ചെയ്യണം, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, എങ്ങനെ യൂസേഴ്സിന് റിപ്പോർട്ട് ചെയ്യണം. The concept helps in bringing about uniformity in the practice of accounting. അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കോൺസെപ്റ്റാണിത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടീസിൽ യൂണിഫോമിറ്റി ഓൾ ഓവർ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ടേംസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. Let's see what is the business entity concept. The assumption that a business is an entity separate from its owners is called business entity concept. അതായത് ബിസിനസ്സും ബിസിനസ് ഓണറും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. Accounts are kept for business entities, a distinction from the person or person who are associated with these entities. അതായത് ബിസിനസ് എൻറ്റിറ്റീസിൻ്റെ അക്കൗണ്ടും ബിസിനസ് ഓണറുടെ അക്കൗണ്ടും രണ്ടാണ്. ബിക്കോസ് വി ക്യാൻ ട്രീറ്റ് ദ ബിസിനസ് ആൻഡ് ബിസിനസ് ഓണേഴ്സ് ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇൻ അക്കൗണ്ടിങ്. The business entity concept regards the owner of business as just a creditor having a claim over the assets of business. നമ്മളെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് വെച്ചിട്ട് ബിസിനസ് ഓണർ ഒരു ക്രെഡിറ്റർ, അതായത് നമ്മൾ ഫേമിൻ്റെ മുകളിൽ നമ്മളെ ഫേമിൻ്റെ അസറ്റിൽ ക്ലെയിമുള്ള ഒരു ക്രെഡിറ്ററുടെ ഒരു സ്ഥാനത്ത് തന്നെയാണെന്നല്ല, അതുപോലെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ആസ് ദ ഓണർ ഇസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഹിം ബിക്കംസ് എ ലയബിലിറ്റി ടു ബിസിനസ്. അദ്ദേഹത്തെ നമ്മൾ വേറെ എൻറ്റിറ്റി കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ് ഓണർ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്താണ്, അത് ബിസിനസ്സിന് ലയബിലിറ്റിയാണ്. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ടു ദ ബിസിനസ്. It is shown on the liability side of the business. It may be noted that separation of business entity from its owners is possible. Accounting records only. In law, no such distinction is recognized except in the case of incorporated companies. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. Then materiality concept. The principle that financial reporting is only concerned with significant or material information is called materiality concept. അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുക.
അല്ലാതെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെറുതെ അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെറുതെ റെക്കോർഡ് ചെയ്യരുത്. The accountant doesn't therefore attempt to record a great many events which are so insignificant. The work of the recording them is not justified by the usefulness of the result. അതായത് നമ്മളൊരു കാര്യം റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് യൂസ്ഫുൾ ആവണം. അല്ലാതെ ഉള്ള ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്യരുത്. എപ്പോഴും എങ്ങനത്തെ കാര്യം റെക്കോർഡ് ചെയ്യുന്നത്? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെറ്റീരിയാലിറ്റി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് റെക്കോർഡ് ചെയ്യുന്നതിനോടൊരു അതിൻ്റെ റിസൾട്ട് ഒരു യൂസ്ഫുൾനെസ് ഉണ്ടായിരിക്കും നമുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, although brand new pencil is an asset of the business, it is not concerned worthwhile to show that in the balance sheet at costless depreciation after it has been partly used for writing. Okay. The concept enables the accountant to identify those events of business which should be recorded and reported. ഇപ്പോൾ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിന് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഇവൻറ്റ്സാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഏത് ഇവൻറ്റ്സാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. എങ്ങനത്തെ ഇവൻറ്റ്സാണ് ആസ് പെർ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, മെറ്റീരിയൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആ ഒരു സംഭവം റെക്കോർഡ് ചെയ്യുന്നതിന് കൊണ്ട് എന്താണ് ഒരു യൂസ്ഫുൾനെസ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുക. അതായത് ഒരു അക്കൗണ്ടൻറ്റ് ഫോളോ ചെയ്യേണ്ട റൂൾസാണിത് കേട്ടോ. ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് നമ്മൾ ഓരോന്നായി പറയേണ്ടത്. നാളെ നിങ്ങൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു റെക്കോർഡൊക്കെ അനലൈസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് വെറുതെ വായിച്ചുകൂടെയല്ല, പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, then money measurement concept. The concept implies that in accounting record are kept only for those events which can be expressed in monetary terms. ഓൾറെഡി നമ്മൾ ഓരോ ക്ലാസ്സിലും പറയാണ്. എന്താ പറയുന്നത്? എന്താണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത്? മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അക്കൗണ്ടിങ് റെക്കോർഡ്സ് റെക്കോർഡ് ചെയ്താൽ മതി. The advantage of expressing points in monetary term is that money provides a common denominator by means so which heterogeneous facts about a business can expressed as numbers that can be added or subtracted. എന്താണ് ഈ മോണിറ്ററി ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കോമൺ ഡിനോമിനേറ്റർ ആണല്ലേ. അപ്പോൾ നമുക്ക് കുറേ വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു ഒറ്റ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ ഒരു ഒറ്റ മോണിറ്ററി ബേസിലാവുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ കാണിക്കുന്നെങ്കിലോ അത് അത്ര ഈസി അല്ല. ഓക്കെ, however certain information about a business cannot be expressed in monetary terms. That is the quality of its product, efficiency of its management, its reputation for fair dealings, etc. So these things do not find a place in accounting record. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനേ സാധിക്കില്ല. എങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇത്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. എങ്ങനെ? ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രയെന്ന് നമുക്ക് മോണിറ്ററി ടേംസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഡെഫിഷ്യൻസി ഓഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഡെഫിഷ്യൻസി നമുക്ക് മോണിറ്ററി ടേംസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇറ്റ്സ് റെപ്യൂട്ടേഷൻ. അപ്പോൾ എന്ത് ചെയ്യില്ല? അങ്ങനത്തെ കാര്യങ്ങൾ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യില്ല. ആസ് പെർ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് നമ്മൾ എങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്. The term objectivity refers to a state of being free from bias or free from subjectivity. Objective evidence concept implies that accounting measurement will be unbiased and capable of independent verification. Therefore, all accounting events should be evidenced and supported by documents such as bills, invoices, receipts, cash memos. These support documents, also called vouchers, are the basis for accounting process. ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്. എന്താണ്? എവിഡൻസ് വേണം അല്ലേ. അതായത് ഈ ഒരു ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്താണ് പറയുന്നത് എന്നാണ് നോക്കാം. അതായത് അക്കൗണ്ടിങ് എന്നുള്ളത് ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. ഫ്രീ ഫ്രം സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാനിപ്പുലേഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. ട്രൂ റിപ്പോർട്ട് ആയിരിക്കണം. അതായത് അക്കൗണ്ടിങ് മെഷർമെൻറ്റ്സ് അൺബയാസ്ഡ് ആയിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ കേബിൾ ആയിരിക്കണം. അതായത് വെരിഫൈ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ബയാസും കാണാൻ പാടില്ല. അതാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്. അതായത് എല്ലാ അക്കൗണ്ടിങ് ഇവൻറ്റ്സും സപ്പോർട്ട് ചെയ്യാൻ
ആ ഒരു അക്കൗണ്ടിങ് ഇവൻറ്റ്സ് കറക്റ്റാണെന്ന് കാണിക്കാനുള്ള വൗച്ചേഴ്സ്, സജസ്റ്റ് ബിൽസ്, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ, റെസിപ്റ്റ്, കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കാണിച്ചിരിക്കണം. അക്കൗണ്ടിങ്ങിൽ ഒരു ബയാസോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിവിറ്റീൻ്റെ ബേസിലായിരിക്കരുത് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഫ്രീ ഫ്രം ബയാസ് ആൻഡ് capable of independent verification. Objective in concept. Then going concern concept. Account assume that the business enterprise has an indefinite future life. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. നമ്മൾ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് എന്താണ് വിചാരിക്കുക, നമ്മുടെ ബിസിനസ് എൻ്റർപ്രൈസിന് വളരെയധിക കാലം ഇനി നിലനിൽപ്പുണ്ട് എന്ന് നമ്മളുടെ അസംഷനാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബിസിനസ് ഈ അടുത്ത കാലത്ത് നിൽക്കാൻ പോകുന്നില്ല, ഇനി കുറേ കാലം കുറേ ലൈഫ് നമ്മുടെ ബിസിനസ്സിനുണ്ട് എന്നൊരു കോൺസെപ്റ്റ്, അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. Therefore, assets such as plant and machinery, furniture, building used in the business need not be measured at market price since there is no intention of selling them. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അസറ്റ്സ്, അതായത് മെയിൻലി ഫിക്സഡ് അസറ്റ്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, അതുപോലത്തെ ബിൽഡിങ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കോസ്റ്റ് പ്രൈസിലേ കാണിക്കുള്ളൂ, മാർക്കറ്റ് പ്രൈസിൽ കാണിക്കില്ല. കാരണം എന്താണ്, മാർക്കറ്റ് പ്രൈസിൽ കാണിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനമൊക്കെ വെക്കുന്നതാണ് കേട്ടോ. ഫിക്സ്ഡ് അസറ്റ് ഈ അടുത്ത കാലത്ത് നമ്മൾ സെല് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ, നമ്മളുടെ ബിസിനസ് ഇനിയും കുറേ കാലം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അസംഷനാണത്. They are instead shown at the going concern value, which is a cost of which they were acquired less, of course, in depreciation. അക്വയർഡ് അത് കോസ്റ്റ് വാല്യൂവിലെ കാണിക്കുള്ളൂ, ഡിപ്രിസിയേഷനൊക്കെ കുറച്ചിട്ട്. ദേ ആർ കറൻറ്റ് റീസെയിൽ വാല്യൂസ് ഇറലവൻറ്റ് സിൻസ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദേ വിൽ നോട്ട് ബി സോൾഡ് ആസ് സച്ച് ബട്ട് റാദർ ദാൻ ദെൻ വിൽ കണ്ടിന്യൂ ടു ബി യൂസ്ഡ് ഇൻ ദ ബിസിനസ്. ഇപ്പോൾ അടുത്തൊന്നും ഈ അസറ്റ് വിൽക്കാൻ പോകുന്നില്ല, കാരണം നമ്മളെ ബിസിനസ് എൻറ്റിറ്റിക്ക് കുറച്ചധികം കാലം കൂടി ലൈഫ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഈ അസറ്റ് ഇനിയും യൂസ് ചെയ്യണം. അപ്പം നമ്മളത് മാർക്കറ്റ് പ്രൈസിൽ കാണിക്കില്ല. എക്സാമ്പിളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റാണ്. ഇൻ അക്കൗണ്ടിങ് അസറ്റ്സ് ആർ മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോസ്റ്റ് ഇൻക്ലൂഡ് വെൻ ദ അസറ്റ്സ് വർ ഒറിജിനലി അക്വയർഡ് ബൈ ദ എൻ്റർപ്രൈസ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഒരു അസറ്റിനെ മെഷർ ചെയ്യുന്നത് ആ ഒരു അസറ്റ് ഒറിജിനലി പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്വയർ ചെയ്യുമ്പോൾ നമുക്കിത്ര കോസ്റ്റ് ഇൻകവർ ചെയ്തു എന്നൊരു ഇതിലാണ്. അതായത് ഇഫ് എ ബിസിനസ് ബൈസ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് പേയിങ് ₹50,000 ഫോർ ഇറ്റ്, ദിസ് അസറ്റ് വുഡ് റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ ബിസിനസ് അറ്റ് ദ എമൗണ്ട് ഓഫ് ₹50,000. ആ ഒരു 50,000 നമ്മൾ കാണിക്കുള്ളൂ. അല്ലാതെ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പം നോക്കും, പ്ലോട്ട് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ലാൻഡിന് മാർക്കറ്റ് പ്രൈസ് കൂടി എന്ന് പറഞ്ഞാൽ കൂടിയ വില കാണിക്കില്ല, ഡിമ്മായി പറഞ്ഞാൽ ഡിമ്മായ വിലയും നമ്മൾ കാണിക്കില്ല. ഏതാണോ അക്വയറിംഗ് പ്രൈസ് അതാണ് നമ്മൾ കാണിക്കുള്ളൂ, ഡിപ്രിസിയേഷൻ കുറയ്ക്കും. സോ ദ ഒറിജിനൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കണ്ടിന്യൂസ് ബി യൂസ്ഡ് അണ്ടിൽ അനദർ ട്രാൻസാക്ഷൻ take place or other the asset it used up become worthless. As the accountant record maintained historical cost, financial accounting is referred to as historical costing. അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസിലാണ് കാണുക. അക്വയർഡ് കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ അസറ്റിനെ മെഷർ ചെയ്യുള്ളൂ. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായതുകൊണ്ട് തന്നെ ഇതെന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ് ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയും. The dual accept concept is a fundamental principle of double entry accounting. Double entry accountingൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദീസ് കോൺസെപ്റ്റ് എവറി ഫേം ട്രാൻസാക്ഷൻ ഹസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്റ്റ്. അതായത് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് രണ്ട് ടു സെറ്റ് ട്രാൻസാക്ഷൻ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ഒന്ന് ഡെബിറ്റ് ചെയ്യപ്പെടും, ഒന്ന് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും വരിക. This dual impact is reflected in two different account. അതായത് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് അക്കൗണ്ടിൽ ഇമ്പാക്റ്റ് വരും.
Providing a comprehensive view of the firm's financial state, the principle is integral to creating accurate and reliable financial statement. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്കൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നുള്ളതാണ്. അസറ്റ് അസറ്റ് ഈക്വൽസ് ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ്, ലയബിലിറ്റീസ് എന്താണ് നമ്മൾ കൊടുത്തിരിക്കുക ലയബിലിറ്റീസ്, പ്ലസ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റൽ, നമ്മൾ ഇക്വിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ അസറ്റ് എന്നുള്ളത്, അതായത് ഇക്വിറ്റി നമ്മുടെ ലയബിലിറ്റിയാണ്, നമ്മൾ ഓൾറെഡി ബിസിനസിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതായത് ഓണറുടെ ക്യാപിറ്റലും ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ അസറ്റ് എന്ന് പറയുന്നത് ഈ മൊത്തം ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി, ഫുൾ ലയബിലിറ്റീസിന് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇസ് എ കീ കമ്പോണൻറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് where the total asset must equal the sum of firm's liabilities and equity. We already said that. It is also refers to duality principle. Duality principle എന്നും ഇതിനെ പറയും. Okay. The dual asset concept essentially means that for every value given, there must be a corresponding value received. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 50,000 റുപ്പീസ് നമ്മളുടെ ബിസിനസ്സിന് പോയി വിചാരിച്ചോ, ആ ഒരു 50,000 വർത്തായിട്ട് എന്തെങ്കിലും ബിസിനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരിക്കണം. അതാണ് ഡുവൽ എൻട്രി കോൺസെപ്റ്റ്, ഡുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ നിന്നൊരു 100 റുപ്പീസ് ബിസിനസ് പോയിട്ടുണ്ടെങ്കിൽ അതിന് വർത്തായുള്ള 100 റുപ്പീസിന് എന്തെങ്കിലും ബിസിനസ്സിൽ കയറിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ ഇസ് ടു ഫോൾഡ് എഫക്ട്, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ഓഫ് ഈക്വൽ. അതായത് ഒരു ഡെബിറ്റ് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമ്മുടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. സപ്പോസ് അപ്പോൾ നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈക്വൽസ് ടു liability plus capital. ക്യാപിറ്റൽ അല്ല, ഇക്വിറ്റിയും ക്യാപിറ്റലൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇക്വിറ്റി ആണെന്ന് പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. അപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഫസ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഓണർ ബിസിനസ്സിലോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്താ പറയും, ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ എന്താണ്, അതൊരു ലയബിലിറ്റീസ്, അതായത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസിൽ വരുന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, 10,000 റുപ്പീസാണ് ഓണർ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു, ഇക്വിറ്റിയുടെ കേസിൽ എന്ത് വന്നു, ഒരു ഇക്വിറ്റി നമുക്ക് കൊടുത്ത് തീർക്കാനുള്ള ഒരു ഇക്വിറ്റി എത്ര വന്നു, 10,000 റുപ്പീസ് വന്നു അല്ലേ. 10,000 റുപ്പീസ്. ലയബിലിറ്റി എന്തായാലും ഇവിടെ ഇക്വിറ്റി 10,000 റുപ്പീസാണ് ഓണർ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 10,000 റുപ്പീസ് എന്താ 10,000 റുപ്പീസ് ഇക്വിറ്റി വന്നു. ലയബിലിറ്റി എന്തെങ്കിലും വന്നോ? ഇല്ല. ലയബിലിറ്റി ഇക്വിറ്റി ലയബിലിറ്റി 0. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട്, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി ആക്കണം. ഈ സൈഡ് 10,000 റുപ്പീസ് വന്നു, പക്ഷേ അസറ്റ് സൈഡിൽ 10,000 റുപ്പീസ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ട്രാൻസാക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ചെയ്തു, ഓണർ ബിസിനസ് ഒരു 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇക്വിറ്റി കൂടി. അതേ സമയത്ത് അദ്ദേഹം ക്യാഷിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതേസമയം ക്യാഷ് വന്നില്ലേ അക്കൗണ്ടിലോട്ട്,
ക്യാഷ് എന്താണ്? ക്യാഷ് ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ വന്നു 10,000 വന്നു. ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കേ, ഈക്വലായില്ലേ? 10,000 = 0 + 10,000. അതായത് അക്കൗണ്ടിങ്ങിൽ ഏത് ട്രാൻസാക്ഷൻ നടന്നാലും അതിൽ ഡെബിറ്റ് ആക്സെപ്റ്റ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് ആക്സെപ്റ്റ് ഉണ്ടായിരിക്കും. ഡെബിറ്റ് ആക്സെപ്റ്റ് എന്താ? ക്യാഷ് കൂടി. ക്രെഡിറ്റ് ആക്സ് എന്താ? ഇക്വിറ്റിയും കൂടി. ഇനി സപ്പോസ് അത് കഴിഞ്ഞ് നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു എന്ന് വെച്ചോ. മെഷീനറിക്ക് 5,000 റുപ്പീസാണ് എന്ന് വെച്ചോ. അപ്പോൾ മെഷീനറി പർച്ചേസ് ചെയ്യാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ എന്തോന്നു? മെഷീനറി നമ്മളിലോട്ട് വന്നു. മെഷീനറി വന്നു. മെഷീനറി എന്താണ്? അസറ്റാണ്. അപ്പോൾ ഇവിടെ മെഷീനറി എന്ന് വേറൊരു കോളം അതിൽ കുറച്ച് ഞാൻ സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് പറ്റിയത്. ജസ്റ്റ് അസ്യൂം ചെയ്യാം. മെഷീനറിയിലോട്ട് 10,000 വന്നു. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് എന്തായി? 10,000 റുപ്പീസ് കൂടി. പക്ഷെ നമ്മൾക്ക് വേറൊരു പോയി, ക്യാഷിന് എന്ത് പോയി? അതേ 10,000 റുപ്പീസ് ക്യാഷിന് പോയി. അപ്പോഴും അവിടെ എന്ത് വന്നു? 2 ട്രാൻസാക്ഷൻ വന്നു. ഡെബിറ്റ്, ക്യാഷ് ഡെബിറ്റായി പോയി. അതേസമയം അസറ്റ് എന്ത് ചെയ്തു? മെഷീനറി വന്നു. ഓക്കെ, ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ ലോൺ എടുത്ത് വിചാരിച്ചു. ലോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ലയബിലിറ്റിയാണ്. ഒരു 50,000 റുപ്പീസാണ് നമ്മൾ ലോൺ എടുത്തതെങ്കിൽ ഇവിടെ എന്താ? ലയബിലിറ്റി എന്ത് വന്നു? 50,000 റുപ്പീസ് വന്നു. ഇക്വിറ്റി 0 ആണ്. പക്ഷെ എന്ത് ചെയ്തു? ലോൺ എടുത്തുമ്പോൾ ക്യാഷ് വന്നു. ക്യാഷ് കറണ്ട് അസറ്റാണ്. ഇവിടെ എത്ര രൂപയായി? 50,000. അപ്പം എങ്ങനെയാണ് എല്ലാ ട്രാൻസാക്ഷൻസിനും എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് പറയുന്നത് എന്താണ് പറഞ്ഞു വന്നത്? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഇതാണ് എന്ത് കോൺസെപ്റ്റ് എന്ന് ഓർത്തെടുത്ത്? ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ട്രാൻസാക്ഷനും എന്തുണ്ട്? ഈക്വൽ ആയുള്ള ഡെബിറ്റും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് പഠിക്കാൻ ആക്ച്വലി നമ്മൾ ആർ.എൻ. കാർട്ടൻ്റെ ബുക്സിലാണ് ഫോളോ ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുന്നില്ല. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ ജേണലിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാവും കേട്ടോ. അതായത് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി, അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതല്ല, ഇനിയും കുറച്ച് കോൺസെപ്റ്റ് കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. റിയലൈസേഷൻ കോൺസെപ്റ്റ് വരുന്നുണ്ട്, മാച്ചിങ് കോൺസെപ്റ്റ് വരുന്നുണ്ട്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, ദെൻ കൺസർവേറ്റീസം കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി കോൺസെപ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് മൊത്തം നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞു. അതായത് ബിസിനസ്സും ബിസിനസ് ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് ഇൻ ദ ഐസ് ഓഫ് അക്കൗണ്ടിങ്, അല്ലേ? ദെൻ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യരുത്. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു യൂസ്ഫുൾനെസ് വേണം. ദെൻ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് നമ്മൾ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേയാണ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് ഈസ് ഫ്രീ ഫ്രം ബയസ് ആൻഡ് ഫ്രീ ഫ്രം സബ്ജക്റ്റിവിറ്റി. പിന്നെ എവറി അക്കൗണ്ടിങ് ഇവൻറ്റ്സ് ഷുഡ് ബി എവിഡൻസ് ആൻഡ് സപ്പോർട്ടഡ് ബൈ വൗച്ചർ ആൻഡ് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, നമ്മളുടെ ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ലൈഫ് ഉണ്ടെന്ന് നമ്മളങ്ങനെ അസ്യൂം ചെയ്യാം. ദിസ് ഇസ് നോൺ ആസ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്, നമ്മൾ അക്കൗണ്ടിങ്ങിൽ അസറ്റ് എപ്പോഴും മെഷർ ചെയ്ത് അക്വയറിങ് കോസ്റ്റിലായിരിക്കും കാണിക്കുക, ലെസ് ഡിപ്രിസിയേഷൻ. ദെൻ ഡ്യുവലൈസ് കോൺസെപ്റ്റ്, എവറി ട്രാൻസാക്ഷൻ ഇസ് ടു ആക്സെപ്റ്റ് വൺ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ആൻഡ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇതുമേ പഠിക്കുക, ഇത് മനസ്സിലാക്കണം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ആസ് എ ഡിവിഷണൽ അക്കൗണ്ട് യു ഹാവ് ടു നോ ദ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വൈൽ ഡൂയിങ് യുവർ ജോബ്. ബിക്കോസ് ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റിനെ കുറിച്ച് അറിവുണ്ടെങ്കിലാണ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ്. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.